വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉപകാരപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് വലിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് സോ നമ്മുടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് കേൾക്കി നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾ. സോ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഞാൻ നിങ്ങളുടെ തയ്യാറാണ്. ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ബേബി ഷീറ്റ്. ഇതിന് റിക്വയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഷീറ്റ്, അതുപോലെ തന്നെ ഗം മീൻസ് ഗ്ലൂ സ്റ്റിക്ക്, പിന്നെ പേപ്പറ്, ഫാബ്രിക് കളറ്, അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബൊക്കയ്ക്ക് ആവശ്യമുള്ളത്. അതായത് നമ്മൾ നോർമലി ചിലർ ബൊക്ക ചെയ്യാറുള്ള റിബൺ വെച്ചിട്ടാണ്. സോ ഇത് അതിലും വെറൈറ്റി ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ ഷീറ്റ് നന്നായിട്ട്, അതായത് നിങ്ങൾക്ക് വേണ്ട സൈസിൽ ഒന്ന് കട്ട് ചെയ്ത് ചെയ്യാം കേട്ടോ. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഏറ്റവും നല്ല വീതി ഉള്ളതാണെങ്കിൽ വീതിയുള്ളത് ചെയ്യുക, വീതി കുറഞ്ഞതാണെങ്കിൽ വീതി കുറഞ്ഞത് ചെയ്യുക കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ഗണ്ണില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഡബിൾ സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്തത്. സോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്ലൂ വെച്ചിട്ടും അതായത് ഗണ്ണ് വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലെടുത്തത് കളർ പേപ്പർ ബ്ലാക്കാണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ പേപ്പർ ബ്ലാക്ക് എടുക്കുക. അതായത് നിങ്ങൾ ഒരു മൊത്തം ഹോം മെയ്ഡ് അല്ലാത്തതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്കിതിൽ ഉപകാരപ്പെടുത്താം. അളവെടുത്ത ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, റെക്റ്റാങ്കിൾ ഷേപ്സിൽ കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് എൻ്റേത് ശരിക്കും പറഞ്ഞാൽ ലെവലുണ്ടാവില്ല, കാരണം എനിക്ക് അത്ര ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്രയും തിന്നായിട്ട് ചെയ്തത്. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചിട്ട് അത് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. പിന്നെ ഈ ഒരു പരിപാടി നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേപ്പർ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എല്ലാവരും ചോദിച്ചത്. പേപ്പർ ഇതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. സപ്പോസ് നമുക്ക് വേറൊരു റോസ് ഉണ്ടാക്കാൻ പറ്റും പേപ്പർ കൊണ്ട്. സോ അത് ഞാൻ ഇടാം. പിന്നെ ഈ ഒരു കട്ടിങ്സ് ലെവലാക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ടാപ്പാണ് കേട്ടത്. സോ ഈ ടാപ്പ് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ടാപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് കേട്ടോ വർക്കൊക്കെ. പിന്നെ നമ്മളെന്ത് ചെയ്യുക, ഈ ഒരു ടാപ്പിനെ കുറിച്ചിട്ട് ചിലർക്കൊന്നും അറിയില്ല. കാരണം ഭൂരിപക്ഷം ചില ആൾക്കാർക്ക് മാത്രമാണ് ഒന്ന് അറിയുന്നതും ചിലപ്പോൾ അറിയാത്തവരും ഉണ്ടാവും. സോ ഞാനത് ഇപ്പോൾ അടുത്താണ് അറിഞ്ഞത് ചിലർ അറിയാത്തവരുണ്ട് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ടാപ്പ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്ര വേണോ അത് ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അതിന് മുകളിലുള്ള ആ ഒരു ഷീറ്റ് എന്ത് ചെയ്യുക, ആ ഒരു പേപ്പർ വലിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റിക്കി പേപ്പർ കിട്ടും. അങ്ങനെയാണ് ഈ ഒരു സാധനം ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട്, അതായത് ഞാൻ ആ ഒരു സമയം എനിക്ക് പുറത്തേക്ക് പോവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തത്. നിങ്ങൾക്കിതിന് വേറെ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഫോൾഡ് ചെയ്യുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതെന്ത് ചെയ്യുക, ഒരു സ്റ്റിക്കിൽ എന്ത് ചെയ്യുക, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കുറേ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഞാനിത് റോൾ ചെയ്തതാണ്. പിന്നെ ബാക്കി വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കേട്ടോ. സോ ഇതാണ് എൻ്റെ ബൊക്കെ. സോ ബാക്കിയുള്ളതൊക്കെ നേരം വൈകിയത് കൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ എൻ്റെ ബൊക്കെ. എങ്ങനെയുണ്ട് അഭിപ്രായം പറയണേ. പിന്നെ നിങ്ങൾ കളർ പേപ്പർ, അതായത് ബ്ലാക്ക് കളർ പേപ്പറിൽ പേസ്റ്റൽ കളർ ഉപയോഗിച്ചിട്ട് കളർ ചെയ്യുക.
എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ബോൾ റെഡി ആവട്ടോ. അപ്പോൾ കൃത്യസമയത്ത് മഴ പെയ്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെക്കും ബൈ.